ഇതായിട്ട് പോയി. അങ്ങനത്തെ പാരാഗ്ലൈഡിങ് കഴിഞ്ഞു. അമ്മയ്ക്ക് കയറാൻ പറ്റില്ല. അമ്മയ്ക്ക് മറ്റേ സർജറീൻ്റെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ പേഷ്യൻസിന്, ഹാർട്ട് പേഷ്യൻസ്, ഷുഗർ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ നമുക്ക് കയറുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. സോ അവർ ഈ ലൈൻസ് കണ്ടുകൊണ്ട് പറഞ്ഞു പറ്റില്ല പറഞ്ഞു. പിന്നെ നമുക്ക് വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അവർ റീഫണ്ട് തന്നു. 2500 4 ആക്ടിവിറ്റിക്ക് കൂടി. ജസ്റ്റ് ഞാനിപ്പോൾ ലാൻഡ് ചെയ്തുകൊണ്ട് ഇറങ്ങി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. നമ്മളിനി നെക്സ്റ്റ് സ്പീഡ് ബോട്ടിൽ പോകാൻ പോവാണ്. ഈ ബോട്ടിൽ പോയിട്ട് ആണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുക. അങ്ങനെ ജെറ്റ് സ്കീ ചെയ്യാൻ വന്നതാണ്. തായ്ലാൻഡ് ബനാന ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഏതിലാണ് ഇതിന്റെ റൂട്ട്? അവരെടുക്കുന്നുണ്ട്. അവനെ വലിച്ചോണ്ടേ. അങ്ങനെ എല്ലാ റൈഡും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല നനഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ബീച്ചിലൊക്കെ ഇറങ്ങിയതാണ്. അടിപൊളിയായിരുന്നു, പറയാനൊന്നുമില്ല. നമ്മളെ കോറൽ ഐലൻഡ് ടൂറ് ഇവിടെ തീരുവാണ്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പട്ടായക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലും ഇപ്പം വരികയാണെങ്കിൽ ഈ ഐലൻഡ് ടൂറിലേക്ക് വരികയാണെങ്കിൽ ചുമ്മാ വരില്ല. ഇവിടെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ വെറുതെ വരുന്നവർ. അങ്ങനെ വെറുതെ വരില്ല, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വിട്ടാൽ. കാരണം ഇവിടെ കാണുന്ന എല്ലാത്തിലും നമ്മൾ ആക്ച്വലി പങ്കെടുക്കണം. നമ്മളെല്ലാ റൈഡും കയറണം. ഭയങ്കര ഭയങ്കര തിരമാല. അപ്പം അതാ വലിയത്. ഇളക്കി ഇളക്കി. തായ്ലൻഡിലെ വന്നാൽ എല്ലാവരും ഇത് കഴിക്കണം. കഴിച്ചതിൻ്റെ സ്വാദിനെ കാണിച്ചതാണ്. തായ്ലാൻഡ് അല്ല ഇത്, പട്ടായ. അടിപൊളി. ഈവനിങ്ങിൽ ഞങ്ങളൊരു മസാജ് എടുക്കാൻ പോവുകയാണ്, തായ് മസാജിൽ. അപ്പം ഉള്ളിലെ വിശേഷങ്ങളൊക്കെ പറയാം. മസാജ് ചെയ്യാൻ പോകുന്ന റൂമുകളാണ് കേട്ടോ ഇത്. ഓരോരുത്തർക്കും സെപ്പറേറ്റ്. ഓക്കെ, ഇവിടെയാണ് കേട്ടോ മസാജ് സെൻറ്റർ വരുന്നത്. ഇവിടെ കർട്ടനുകളുണ്ട്. ഞാൻ വിചാരിച്ചത് ഓരോരുത്തർക്ക് ഓരോ റൂമാണെന്നാണ്. കർട്ടൻ ഉണ്ട്. പിന്നെ അവർ ബാമൊക്കെ ഇട്ട് മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ജെൻസിന് ഈ ഓപ്പോസിറ്റ് സൈഡും ലേഡീസിന് ഇവിടെയും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി മസാജ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഒരു ഓഫ് ചെയ്യും. അമ്മയും ഞാനും കൂടി അടുത്തടുത്തുള്ള ഈ ബെഡിലാണ് മസാജ് ചെയ്യുന്നത്. ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിലും ഒന്നും ഇടാൻ പാടില്ല. പെണ്ണുങ്ങളെ ഞാൻ തോന്നുന്നു മസാജ് ചെയ്യാൻ വരുന്നത്. ഇവിടെയൊക്കെ അപ്പുറത്തൊക്കെ റൂമിൽ ആൾക്കാരുണ്ട്. കർട്ടൻസ് ഉണ്ട്. സോ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ്.
അങ്ങനെ മസാജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനൊന്ന് ചോദിക്കാൻ പോകും. ഇപ്പോൾ മസാജൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കോഫി ഉണ്ട്, ഒരു ആയുർവേദ മിക്സ് ഉണ്ട്. അടിപൊളിയായിരുന്നു മസാജ്. 2.5 മണിക്കൂറുണ്ടായിരുന്നു. ഒതുങ്ങിപ്പോയി. മധുരമില്ലാത്ത നല്ല അസൽ കാപ്പി. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് വരുന്നവരുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോണത് അൽക്കസാർ ഷോ കാണാനാണ്. നമ്മുടെ ബസ് ഇവിടെ ഇല്ല. ഹോട്ടലിൽ കുറച്ച് ആൾക്കാരെ പിക്കപ്പ് ചെയ്യാൻ പോയി. അപ്പം നമ്മൾ ഷോ 6:30-ക്കാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഷോയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കോസ്റ്റ്യൂം ഒന്നും മാറ്റുന്നില്ല. ഭയങ്കര ഒഴിച്ചിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ടയർഡായി. Get free water. Get free water. Thank you. World famous Alcazar Cabaret, celebrating over 20 years of spectacular entertainment, plastic magnificent costume, sound sets, and state-of-the-art light and sound. We invite you now to sit back, relax, and prepare to be swept away on a magical, mystical, musical journey of dance and song that spans the globe. As our performers are preparing to whisk you away to a fantasy land of sights and sounds, open your senses and let your imagination run free. And now, ladies and gentlemen, the world-famous Alcazar Cabaret is proud to present our most stunning show today. Please put your hands together and give a very warm welcome to our very talented team of entertainers. Because it's showtime. Sorry, കുഴപ്പമില്ല. ഇവരൊക്കെ ഇപ്പോൾ സ്റ്റേജിൽ കണ്ട അൽക്കസാർ ഷോയിൽ അവതരിപ്പിച്ച ആൾക്കാരാണ് കേട്ടോ. എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളീ കാണുന്ന പെണ്ണുങ്ങളൊന്നും പെണ്ണുങ്ങളല്ല, എല്ലാം ബോയ്സാണ്.